യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ. വാർദ്ധക്യം സഹജമായ ഒരവസ്ഥയാണ്. ശരീരത്തിന്റെ വെയർ ആൻഡ് ടെയർ അഥവാ ജീർണിക്കലാണ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ നിർവചിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തനശേഷി അഥവാ പ്രവർത്തനക്ഷമത നിലനിർത്തി കൊണ്ടുപോകാൻ അഥവാ അത് വികസിപ്പിച്ചെടുക്കാൻ ഉതകുന്ന പ്രവൃത്തികളെയാണ്. വാർദ്ധക്യത്തിലെ ആരോഗ്യം ഉറപ്പുവരുത്താനായി അഥവാ പ്രവർത്തനക്ഷമതയുടെ ഒരു ഭാഗം ഒരു വ്യക്തിയുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാവുകയും ശരീരത്തിന്റെ ചലനക്ഷമത കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഓർമ്മ വയ്ക്കാനുമുള്ള കഴിവുകളെ നിലനിർത്തുക എന്നുള്ളതുമാണ്. അതായത് ആരോഗ്യകരമായ വാർദ്ധക്യം ആസ്വദിക്കാൻ വളരെ മുൻപേ തന്നെ യൗവനത്തിലോ അതിനും മുൻപോ തന്നെ ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരണം എന്നതാണ്. യോഗാഭ്യാസം എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനക്ഷമതകളെയും നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. യോഗാസനങ്ങൾ വാർദ്ധക്യത്തിൽ പേശികൾക്ക് സ്ട്രെച്ചിങ് നൽകി അയച്ച് ബലം നൽകാനും ഹൃദയാരോഗ്യം, നാഡികളുടെ ആരോഗ്യം, ഹോർമോണുകളുടെ പ്രവർത്തനം എന്നിവ സമാവസ്ഥയിൽ നിലനിർത്താനും സഹായകമാണ്. വാർദ്ധക്യത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വ്യായാമം കൂടിയാണ് യോഗ. പ്രാണായാമം, ധ്യാനം മുതലായവ മാനസികമായി ഉണ്ടായേക്കാവുന്ന ഓർമ്മക്കുറവ്, ഏകാന്തത, ഭയം, വിരാമം തുടങ്ങിയവയെ അതിജീവിക്കാൻ സഹായകമാണ്. ആത്മീയമായ ഒരു വികാസത്തിനും കൂടി സഹായകമാണ് യോഗാഭ്യാസം. മനസ്സിനും ശരീരത്തിനും ശാന്തിയും തൃപ്തിയും യോഗാഭ്യാസം ഈ സമയത്ത് പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ ഇല്ലാത്തവർക്ക് ലഘുവായ താടാസനം, വൃക്ഷാസനം, സുഖാസനം, വീരഭദ്രാസനം, പശ്ചിമോത്താനാസനം, പവനമുക്താസനം, വജ്രാസനം, ബദ്ധകോണാസനം മുതലായവയും നാഡീശോധന പ്രാണായാമം, ഭ്രാമരി മുതലായവയും പരിശീലിക്കാം. മറ്റ് രോഗാവസ്ഥകളുള്ളവർ വിദഗ്ധ നിർദ്ദേശപ്രകാരം യോജിച്ചവ മാത്രം നിർദ്ദേശാനുസരണം ചെയ്യാവുന്നതുമാണ്. യോഗ ഗ്രേസ്ഫുൾ ഏജിങ്ങിനായുള്ള നല്ല ഒരു ഉപാധിയാണ്. യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.